അധ്യായം 13-ാം വാക്യം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ച് അവർ അവന്റെ അരികെ വന്നു. പ്രവൃത്തി 1:8 വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസേന നിമിഷമായി. അന്യഭാഷ പ്രാപിച്ച എല്ലാ ദൈവമക്കളും അതരങ്ങൾ തുറന്ന കർത്താവിനെ നല്ല മനസ്സാക്ഷിയോടെ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ, ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങി ഇന്ന് രാത്രി ജനങ്ങളെ കർത്താവ് വിടുവിക്കേണ്ടതിന് ഒരു അത്യന്ത ശക്തി നമ്മളെ പകരപ്പെടുവാൻ പ്ലീസ് എല്ലാ തരങ്ങളും ചലിക്കട്ടെ. വായി തുറന്ന് കർത്താവിന് നന്ദിയോടെ കർത്താവിന്റെ സ്തോത്രം ചെയ്യുക. നന്ദിയോടെ കർത്താവിന്റെ സ്തോത്രം ചെയ്യുക. ആത്മാവിൽ കർത്താവിന്റെ സ്തോത്രം ചെയ്യുക. അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കുക. Name of Jesus, name of Jesus, name of Jesus. ഓ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ തട്ടി കർത്താവിനെ സ്തോത്രം ചെയ്തേനെ. അന്യഭാഷ അടയാളത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവകൃപയോടെ, 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 ദൈവശക്തിയോടെ, 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 ആത്മാവിന്റെ കൃപയോടെ, അഭിഷേകത്തോടെ, അന്യഭാഷയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേ പെരുവെള്ളത്തിൽ ഇഴച്ച് ആമേ പോലുള്ള ദൈവശബ്ദം ഇന്ന് രാത്രി നമ്മുടെ കാതുകളിൽ കേൾക്കേണ്ടതിന്, പ്രത്യേകമായ വിടുതലുകൾ ഇന്ന് രാത്രി ഉണ്ടാകേണ്ടതിന്, അഭിഷേകത്തിന് നിറഞ്ഞ ജനത്തെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിന് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ചേർന്ന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദത്തിൽ മാത്രം കേൾക്കുന്ന അന്യഭാഷയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ യേശുവിനെ ആരാധിക്കുക. മടി കാണിക്കാതെ നന്നായി കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യത്താൽ രോഗങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവ്, പാപങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവ്, തലമുറയുടെ മേൽ അധികാരമുള്ള കർത്താവ്, സഭകളുടെ മേൽ അധികാരമുള്ള കർത്താവ്, ഞാൻ എന്റെ സഭയെ പണിയുന്നത് പാതാള ഗോപുരത്തെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി നിറവ് സംഭവിക്കേണ്ടതിന് ഒഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങളെല്ലാം വെപ്പിച്ചു കൊടുക്കാണ്ട് അവന്റെ കണ്ണുനീരൊപ്പുന്ന രാത്രിയാകുക, അവന്റെ കണ്ണുനീർ മാറ്റുന്ന രാത്രിയാകുക, നിന്റെ പ്രാർത്ഥനകൾക്ക് മറന്നിരുന്ന രാത്രിയാകുക. അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിക്കുക, അന്യഭാഷയോടെ കർത്താവിനെ ആരാധിക്കുക. ജീവനുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയത് ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ചവരല്ല ഇരിക്കുന്നത്, അവൻ ജീവനുള്ളവർ. ഇന്ന് രാവിലെ മുഴുവനും നല്ല ആരോഗ്യം തന്നില്ലേ, നല്ല കൈ തന്നില്ലേ, നല്ല നാവ് തന്നില്ലേ, ജോലി ചെയ്യുവാൻ ബലം തന്നില്ലേ, അല്പസമയം കർത്താവിനെ കൊടുക്കാണ്ട് അന്യഭാഷയോടെ ഓ നടത്തിയ കർത്താവിനെ സ്തുതിക്കുക. ഈ യോഗത്തിന്റെ 2-ാം ദിവസം രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയുന്ന, അടുത്തിരിക്കുന്ന ആരെ നോക്കണ്ട, അടുത്തിരിക്കുന്ന ആരും കരമടിക്കുന്നില്ലെങ്കിൽ, അടുത്തിരിക്കുന്ന ആരും സ്തോത്രം ചെയ്യുന്നില്ലെങ്കിൽ നീ അവരെ ശ്രദ്ധിക്കണ്ട. നീ തമ്പുരാന്റെ മുമ്പിൽ ആരാധിക്കുക, അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാനുണ്ട്, കർത്താവിന് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് എന്തൊക്കെയോ പറയാനുണ്ട്. അത് കേൾക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാട്ട്.
സമർപ്പിക്കപ്പെടട്ടെ. അവന്റെ അത്ഭുതത്തിന്റെ കരം തന്റെ ദിനത്തിന് മേൽ ദിനത്തിൽ പകരുകയോ. ഓ രാജനാഗ സൈതനാരവശസി, ഓ രാജനാഗ ഖതുനാഗ സബ്ദനാരവശസി. പരിശുദ്ധ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ നിന്റെ പാദത്തിൽ നിന്നു ഏത് ആത്മാവിനാൽ ഈ വചനം എഴുതിയോ അതേ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ഇന്ന് രാത്രി ചില മുറിവുകൾ ഉണങ്ങുന്ന രാത്രിയായി, ചില ദൈവജനങ്ങൾ ഉറപ്പു പ്രാപിക്കുന്ന രാത്രിയായി, ചില അഭിഷിക്തന്മാർ അവരുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ആമേ കർത്താവേ ആമേ ഉറപ്പു പ്രാപിക്കുന്ന രാത്രിയായി, അവരെ വിളിച്ചിരിക്കുന്ന വിളിക്ക് ആമേ ബോധ്യമുള്ള രാത്രിയായി ഇന്ന് രാത്രി ഞങ്ങളെ തീർക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യം ആമേ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ആരും വെറുതെ ഇരിക്കരുത്. തമ്പുരാന്റെ വചനത്തിന്റെ മുമ്പിൽ സന്തോഷിക്കുക, തമ്പുരാന്റെ വചനത്തിന്റെ മുമ്പിൽ ആനന്ദിക്കുക, രോഗികൾ സൗഖ്യമാകുക, വിശാലിന്റെ കെട്ടുകൾ അഴിയുക, ബന്ധനം അഴിയുക. ദൈവാത്മാവിന്റെ ആലോചന, ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളുടെ പകരുന്നതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരം ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. കരം കൊടുത്ത് ചോദിച്ച സന്തോഷമായിരിക്കുന്നു ചോദിച്ചാട്ടെ. ഹല്ലേലൂയ. മുഖത്ത് നോക്കി ചോദിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം. ഇന്നലെ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ നിലയിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ആമേൻ. പരിശുദ്ധാത്മാവാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസങ്ങളുടെ കർത്താവിന് സ്വന്തം നടന്നു. ആമേൻ. നമ്മൾ ആ ഒരു നാടകം കാണാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എന്നോട് വന്നത് നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ കർത്താവിനെ ആരാധിക്കാനാണ്. തമ്പുരാന്റെ മനസ്സ് നമ്മൾ അറിയാൻ വേണ്ടിയാണ്. ആമേൻ. മനസ്സിലായല്ലോ? തമ്പുരാന്റെ മനസ്സ് നമ്മളുള്ളതായ ദൈവത്തിന്റെ മനസ്സുണ്ട്. വിളിച്ചിറക്കിയിട്ട് വഴിയിട്ട് പോകുന്നത് മാത്രമല്ല, കൂടെ കൂടെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. പ്രതികരിക്കുന്നവരെയാണ് ഇന്ന് രാത്രി കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. ആമേൻ. എന്നോട് നിങ്ങൾ എത്രമാത്രം സംസാരിച്ചാലും ഞാനൊന്നും മിണ്ടുന്നില്ല, വായു പൂട്ടിയിരിക്കുകയാണെങ്കിൽ കർത്താവ് കുറച്ച് കഴിയുമ്പോൾ മിണ്ടാതെ പോകും, അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ നേരം ആമേൻ ഒരു ഫ്രണ്ട്സ് ആയാൽ അപ്പനായാൽ അമ്മയാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പോലെ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പിൽ, എന്റെ വാക്കിന്റെ മുമ്പിലല്ല, വചനത്തിന്റെ മുമ്പിൽ പ്രതികരിക്കുന്നവരെ കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. ആമേൻ. ചേർന്ന കർത്താവിന് സ്വന്തം കൊടുക്കാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനവുമായി ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കാൻ ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിലെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ മുനിമ ഈ പാസ്റ്ററുടെ കുടുംബം, ഈ സഭയിലുള്ള എല്ലാ ദൈവജനങ്ങൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, എല്ലാവരുടെയും പേരറിയാത്തത് കൊണ്ട് ആരുടെയും ബാക്കി പേര് പറയുന്നില്ല. എല്ലാ ദൈവദാസന്മാരും കർത്താവിന്റെ മേലിലായിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് ചില ദൂതുകൾ എന്റെ പക്കൽ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ലഭിച്ച സമയത്തിനുള്ളിൽ അത് നമ്മൾ ചിന്തിക്കും. അതിനുശേഷം നമ്മൾ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കും. അന്യഭാഷ പ്രാപിക്കാത്തവർ, അഭിഷേകം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെട്ടാൽ കർത്താവ് നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ നിറവിനാൽ നിറയ്ക്കും. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ വിശ്വസിക്കാൻ കാരണം ഞാൻ അഭിഷേകം പ്രാപിച്ചത് ഹല്ലേലൂയ എന്റെ സ്കൂൾ ജീവിതമോ കോളേജ് ജീവിതമോ കഴിഞ്ഞിട്ടല്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചത് കൃപാവര ശുശ്രൂഷ ഏറ്റെടുത്തത് ഹല്ലേലൂയ എനിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടല്ല. ഏകദേശം 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ദൈവത്തിന്റെ അഭിഷേകം എന്റെ ശരീരത്തിന് മേൽ ഇറങ്ങി വന്നു. ഞാൻ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നില്ല. അഭിഷേകം ഞാൻ കർത്താവിനെ ചോദിച്ചിരുന്നില്ല. അന്യഭാഷ ചോദിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ചോദിച്ചത് ഒരു രോഗസൗഖ്യമാണ്. പക്ഷേ എനിക്ക് രോഗസൗഖ്യമല്ല ദൈവം തന്നത്, മറിച്ച് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ ശരീരത്തിലേക്ക് പകരുകയായിരുന്നു. ആ രാത്രിയിൽ ദൈവത്തിന്റെ അഭിഷേകത്തെ നൽകിയപ്പോൾ ഏകദേശം 9 മാസത്തോളം വിടുവിക്കപ്പെടാതെ സകല വൈദ്യന്മാർക്കും സഹായിക്കാൻ കഴിയാതെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത എന്റെ ശരീരത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തി കൊണ്ട് വീണ്ടെടുത്തിട്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി നിങ്ങളൊന്ന് ദൈവവചനമായി നിൽക്കാൻ ദൈവത്തിലേക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ആരും വേണ്ടിയില്ലെങ്കിലും എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ചാടുന്നത്, തുള്ളുന്നത്, ഞാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ശബ്ദം വെക്കുന്നത്,
എന്റെ കർത്താവിനെ ഞാൻ തൊട്ടിട്ടുണ്ട്, കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്നോട് കൂടെ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി വിടാതിരിക്കരുത്. സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദൈവസന്നിധി വിടാതിരിക്കരുത്. ആമേൻ. ദൈവത്തോട്, ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ശക്തമായ ഒരു വെളിപ്പാടിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ വായിച്ച ഒരു വാക്യത്തിന്റെ ശകലവും അടുത്ത വേറൊരു പുതിയ വാക്യം കൂടെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ച സൗഖ്യമാകും. ഭൂതങ്ങളുടെ മേൽ കൈവച്ച സൗഖ്യമാകും. അത് മാത്രമല്ല, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിയപ്പെട്ടിരിക്കും. തമ്പുരാന്റെ വചനം ആലിയ തലയിണക്കീഴി വെക്കാൻ തന്നതല്ല. ആലിയ എവിടെയോ ആലിയ സെൽഫിൽ വെക്കാൻ തന്നതല്ല. എവിടെയോ പാത്തു വെക്കാൻ തന്നതല്ല. വീട് കിട്ടാതിരിക്കാനായിട്ട് വായിക്കാൻ തന്നതല്ല. ഇന്ന് രാത്രി നീ അനുഭവിക്കാൻ തന്നതാണ്. വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കുന്നതാണ്. അവൻ വഴി നമ്മെ ഇട്ടിട്ട് പോവുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവചന ചിന്തയ്ക്കായി എന്റെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാൻ ക്രിസ്തുയേശുവിൽ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ച വാക്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവം ബോധിച്ച ചിലതിനെ തിരഞ്ഞെടുത്തു. ഇതിനകത്ത് ദൈവാത്മാവ് ചിലരെ വേർതിരിച്ചതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവം വേർതിരിച്ചു. ശൗലിനെയും ബർന്നബാസിനെയും തന്റെ വേലയ്ക്കായി വേർതിരിച്ചു. ആ വാചകത്തെ കുറിച്ച് നമ്മൾ ഇന്ന് രാത്രി അല്പമായി ചിന്തിച്ചു. അതിന്റെ ബാക്കി ഭാഗമായിട്ട് തന്നെയാ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, യേശു കർത്താവ് തന്റെ ശുശ്രൂഷ സമയം തികച്ച ശേഷം ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ആ കാര്യസ്ഥനെ നമ്മുടെ ഉള്ളിലാക്കി തന്ന പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ദൈവകൃപ നമ്മുടെ അകത്ത് നൽകിയിരിക്കുമ്പോൾ ഏത് സമയം പൊട്ടിപ്പോകാവുന്ന, ഏത് സമയം തകർന്നു പോകാവുന്ന പാത്രത്തിനകത്ത് വിലപിടിപ്പുള്ള ഒരു സുഗന്ധദ്രവ്യം നമ്മുടെ ഉള്ളിനകത്ത് ആക്കി തന്ന് ഈ വിശ്വാസ ജീവിത പരിശോധനയിൽ നമ്മെ നടത്തുമ്പോൾ എത്ര പേർക്ക് അതിന്റെ വില കൊടുക്കാൻ കഴിയോ, എത്ര പേർക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയോ? ഇന്ന് രാത്രി കർത്താവിനെ ഇവിടെ കൊണ്ടുവന്നതാണ്. നമ്മൾ അതിനെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ആ അഭിഷേകം ഒന്ന് ജ്വലിപ്പിക്കുക. ആ പഴയ അന്യഭാഷയൊന്ന് കളഞ്ഞ്, പഴയ ആരാധന കളഞ്ഞ് ശക്തമായി പിന്നെയും ദൈവത്തെ ആരാധിക്കുക. ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി കർത്താവിനെ തൊടാൻ പോകുകയാ. ബോധിച്ചതിനെ കർത്താവിന് വേണ്ടത്. ഇവിടെ നടക്കുന്ന മീറ്റിംഗിൽ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ചിന്തിപ്പിച്ച ഒരു വേദസഹിതത്തിൽ കൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ വായിച്ചു മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ആലലിയ വായിച്ചത് ഇങ്ങനെ, എല്ലാവരുടെ കൂടെ വരണമേ. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ആലലിയ തമ്പുരാൻ മലയിൽ കയറി ചെന്ന് ബോധിച്ചവരെ അടുക്കൽ ഇരുത്തി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്നത് തമ്പുരാനെ ബോധിച്ചതുകൊണ്ടാണ്. അടുത്ത വാക്യത്തിൽ നമുക്ക് വായിച്ചു 2 മലയെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിന്തിപ്പിക്കുന്നത്. 2 മലകൾ. ഒന്ന്, ആമേൻ, യേശു പള്ളിയിൽ വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കിയ ശേഷം അവൻ അവിടം വിട്ട് മലയിൽ കയറിപ്പോയി. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. മലയിൽ കയറിപ്പോയി. അവിടെ തനിക്ക് ബോധിച്ചതിനെ ദൈവം വേർതിരിച്ചു. നോക്കുക, പള്ളിയിൽ വരണ്ട കൈയുള്ള മനുഷ്യൻ, ആരാധനയിൽ വരണ്ട അവസ്ഥ, പ്രാർത്ഥനയിൽ വരണ്ട അവസ്ഥ, സ്തോത്രത്തിൽ വരണ്ട അവസ്ഥ, കൂട്ടായ്മയിൽ വരണ്ട അവസ്ഥ. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഒന്ന് പോകണം. ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലിരുന്ന പാസ്റ്റർ എന്തോ പറയും എന്നുള്ളത് ചിന്തിച്ചത് ഞാൻ ഈ സഭാ ശുശ്രൂഷകനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, വരണ്ട അവസ്ഥ. യേശു വരണ്ട അവസ്ഥയെ കണ്ടുകൊണ്ട് ആ മനുഷ്യനോട് പറയുക, നീ അന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് രാത്രിയിൽ അവിടെ ഒരു ദൂത് ഞാൻ പറയാം, എഴുന്നേക്കാൻ തയ്യാറാണെങ്കിൽ വരൾച്ച മാറാൻ പോവുകയോ. ഞാൻ ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും പ്രാസം പറഞ്ഞ്, ഏതെങ്കിലും അല്ലെങ്കിൽ കുറച്ച് തിയറി പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ചരിത്രം പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ വിടുകയല്ല. തമ്പുരാൻ എന്നെ ഫലമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ സഭയെ പണിയായതാ. ഇത് രാത്രി അഭിഷേകത്തോടെ ഞാൻ വിളിച്ചു പറയാം, അമ്മേ, കുറച്ച് മൂപ്പന്മാർ പള്ളിക്കകത്തുണ്ടായിരുന്നു. അവര് ചിന്തിച്ചു കൂട്ടിയ വന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ പറഞ്ഞു, ഇന്ന് ശബത്ത് ദിവസമാണ്. ആ പുള്ളിക്കാരിലെ ചെറുപ്പക്കാരൻ അദ്ദേഹം വരുന്ന വരവ് നമുക്കൊന്ന് കാണണം. ഇന്ന് ആരാധന നടുവിൽ ശബത്ത് ദിവസം ആരെയെങ്കിലും സൗഖ്യമാക്കിയാൽ അവനെ നമുക്ക് ചോദ്യം ചെയ്യണം. കൂട്ടം കൂടി വന്നു. സ്വത്രം വരണ്ടിരുന്നാ മതി, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് പോയാൽ മതി.
പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു, യേശു കർത്താവ് ആ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണേ, നിന്റെ ശുശ്രൂഷ ചോദ്യം ചെയ്യുന്ന, നിന്റെ ആരാധന ചോദ്യം ചെയ്യുന്ന, ഇന്ന് എന്താ പ്രസംഗിക്കുന്നത്, ഇന്ന് എന്താ സങ്കീർത്തനം, ഇന്ന് എന്താ പ്രബോധനം, ചോദ്യം ചെയ്യുന്ന അവൻ ചില മൂപ്പന്മാരോട് ദൈവാത്മാവ് പറയുക, അവൻ ശബത്തിനെ പൊളിച്ച ദൈവം അവൻ മാറി എന്ന് പറയുന്നു. എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ ചിലതിനെ വേർതിരിക്കാൻ പോവുക. മിണ്ടുന്നില്ല. തമ്പുരാനിതാ പറയാൻ എന്നെ ഏൽപ്പിച്ചു, ഞാനിപ്പോ എന്നാ ചെയ്യാനാ? ഹല്ലേലൂയ. ആമേ. കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കർത്താവ് അയക്കുമ്പോൾ തമ്പുരാൻ പറയുന്ന വാക്ക് ഇന്ന് രാത്രി ഞാനിവിടെ പറയുക, ശ്രദ്ധിച്ചു കേൾക്കണം. ആഴമായി ദൈവത്തിന് പറയാനുണ്ട്. ആമൻ. ഇത് മടുത്തിട്ട്, മൂപ്പന്മാരെ മടുത്തിട്ട്, അതിന് ആരാധനയ്ക്ക് വിപരീതമായി നിൽക്കുന്ന, ദൈവവൃത്തിക്ക് വിരുദ്ധമായി നിൽക്കുന്ന, ദൈവിക ശുശ്രൂഷയ്ക്ക് വിപരീതമായി നിൽക്കുന്ന, നീ പ്രസംഗിക്കേണ്ട, നീ അത്ഭുതം ചെയ്യേണ്ട, ഇത് ശബത്ത, ഇന്ന് വായിച്ചാൽ മാത്രം മതി, പ്രമാണം തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദപുസ്തകം വായിച്ചാൽ മതി, സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുന്നവരുടെ ഇടയിൽ നിന്ന് യേശു വാങ്ങിപ്പോയി മലമേലിരുന്നു. അവിടെ പോയിരുന്ന് കരഞ്ഞെന്നല്ല വായിക്കുന്നത്, തനിക്ക് ബോധിച്ചവരെ ചേർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ചേർക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ ശുശ്രൂഷയിലേക്ക്, ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക്, ഒരു പുതിയ വെളിപ്പാടിലേക്ക്, ഒരു പുതിയ ആരാധനയിലേക്ക് ഈ തലമുറയിൽ ദൈവം ചിലതിനെ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്വന്തം ചെയ്യാമോ? പോരാ. ഈ ഒരു പ്രതികരണം പോരാ. നീ ദൈവത്തോടെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനോടല്ല. ഇന്ന് രാത്രിക്കാലം കരകത്തട്ടെ, ആത്മാവി ചലിച്ചാട്ടെ, ആത്മാവി സ്തോത്രം ചെയ്താട്ടെ, അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നോക്കണം, യേശു കർത്താവ് ഇവിടെ മനുഷ്യരെ കൂട്ടിച്ചേർത്തു, ബോധിച്ചവരെ കൂട്ടിച്ചേർത്തു. പ്രവൃത്തി 1:8 വായിച്ചു. ശ്രദ്ധിച്ചാൽ മതി. അവൻ ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നെ മടങ്ങി വരാം. ഒരു കാര്യം പറഞ്ഞ് മടങ്ങി വരട്ടെ. ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു മലയിൽ ഇരുന്ന് തന്റെ ജനത്തെ ബോധിച്ചവരെ ചേർത്തുകൊണ്ടെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 1 യേശു മലയിൽ ഒന്നിച്ച് ചേർക്കുകയല്ലായിരുന്നു, ചേർത്തവരെ അയക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വന്തം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ പഴയ നിയമത്തിൽ ഒരു കാര്യം, ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ മടങ്ങി വരാം, വേഗത്തിൽ മടങ്ങി വരാം. ശ്രദ്ധിച്ചു പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും കേൾക്കണമെങ്കിൽ കർത്താവ് തന്നെ സംസാരിക്കണം. അതിന് ആവശ്യബോധമുള്ളതിനെ നിറയ്ക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രി ഇവിടെ ഉള്ളത്. നോക്കുക, ഒരിക്കൽ യാക്കോബ് തന്റെ ഭാര്യമാരിൽ 4 ഭാര്യമാരിൽ ഒരുവളായിരിക്കുന്ന ലേയിൽ ജനിക്കപ്പെട്ട തലമുറയായ ലേവ്യനെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹപാത്രം ഭാവിച്ചിട്ടുണ്ട്. ആ ചരിത്രം ഇങ്ങനെയാ പറയുന്നത്. യഹോവയായ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യാക്കോബ് തന്റെ 12 മക്കളെ അവൻ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, വരിക, ഞാൻ നിന്റെ ഭാവിയെ കുറിച്ച് പറഞ്ഞു തരാം. നോക്കണേ, അപ്പന്റെ ശാപം വാങ്ങിക്കുന്നതിന് മുമ്പ് അപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ തടിച്ചുകൂടിയ 12 മക്കൾ നിരന്നു നിൽക്കുമ്പോൾ അവൻ ഓരോരുത്തരെ അപ്പൻ അനുഗ്രഹിച്ചു വിട്ടു. അനുഗ്രഹം വാങ്ങിച്ച് ഓരോരുത്തരും മുമ്പോട്ട് പോകുമ്പോ തന്റെ ലേയിൽ ലഭിച്ചതായ അവൻ ലേവ്യനെ കണ്ടപ്പോൾ തലയെ കൈവച്ചു പറഞ്ഞത് ഇങ്ങനെയാ, എൻ മനമേ ഇവന്റെ യോഗത്തിൽ കൂടരുത്. എൻ മനമേ ഇവന്റെ യോഗത്തിൽ കൂടരുത്. കാരണം അപ്പൻ ഇവനെ തലയെ വെച്ചങ്ങ് ശപിച്ചു. അന്ന് മുതൽ ആ ശാപവും വാങ്ങി ലേവ്യൻ മുമ്പോട്ട് പോകുകയാണ്. അച്ചാച്ചന്മാർ പലരും കൂട്ടം കൂടും. അവർ തമ്മിൽ അവർ ഫംഗ്ഷൻ നടത്തും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അപ്പൻ ശപിച്ചതായതുകൊണ്ട് ഇവരെല്ലാം പറയും, നീ ശപിക്കപ്പെട്ടവൻ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം ബോധിച്ചിട്ട് എഴുന്നേറ്റിനെ കുറിച്ച് പറഞ്ഞ് മടങ്ങി വരികയാണ്. സഹോദരങ്ങളുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു, അവന്റെ ദേശത്ത് അവൻ നിന്ദിക്കപ്പെട്ടു. കാരണം എന്താ? ആ കാലങ്ങളിൽ അപ്പൻ ശപിച്ചാൽ അത് ശാപമാണ്, അവനെ പിന്നെ കൂട്ടത്തിൽ കൊള്ളത്തില്ല എന്ന് സംഭവിക്കുന്നത് കേൾക്കണമോ? ഒരിക്കൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ
ഇസ്രായേൽ ജനത്തിന് നടുവിൽ നായകനായിരിക്കുന്ന മോശയോട് യഹോവയായ ദൈവം പർവ്വതത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു. സീനായിയുടെ പർവ്വതത്തിൽ കയറി ചെന്ന് അവിടെ ഏകദേശം 40 ദിവസം യഹോവയോടൊപ്പം സീനായി പർവ്വതത്തിൽ മോശ ഇരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. മോശ ഇരിക്കുമ്പോൾ ജനം താഴ്വരെ പറഞ്ഞു, നമ്മുടെ നായകൻ തകർന്നു പോയി, അവനിനി വരത്തില്ല, നമ്മളെ നയിക്കേണ്ട ദൈവത്തെ വേണം. അഹരോനെ കൂട്ടുപിടിച്ചിട്ട് കൊടുക്കുകൾ പറിച്ചെടുത്ത് ഒരു കാളവിഗ്രഹത്തെ ഉണ്ടാക്കി അവിടെ ദൈവത്തെ ആരാധിച്ച് ആ ദൈവത്തിന് നൃത്തം ചെയ്യുക, ആ ദൈവത്തിന് കൊടുത്തു, ആ ദൈവത്തിന് ഊട്ടിയും ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയും ബഹളം വെച്ച് മുമ്പത്ത് കടന്നു പോകുമ്പോ യഹോവയായ ദൈവത്തിന്റെ ദാസൻ മോശ പർവ്വതത്തിൽ ഇറങ്ങി വരികയാ. അവൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോ അവൻ കണ്ടത് ഒന്നാമത്തെ പ്രമാണം ലംഘിക്കപ്പെട്ടിടക്കുന്നു. ഒന്നാമത്തെ പ്രമാണം, ഞാനല്ലാതെ അന്യതയും ഉണ്ടാകരുത്. ഇത് കൈ പിടിച്ചുകൊണ്ട് വരുമ്പോ പാളയത്തിൽ എന്താ സംഭവിച്ചത്? പ്രമാണം തെറ്റി ആരാധന. ഇന്ന് രാത്രി ദൈവം പറയുന്നു, പ്രമാണം തെറ്റി ആരാധന മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രമാണത്തിൽ നിന്ന് ആരാധിക്കുന്ന ജനത്തിന്റെ ദൈവത്തിന്റെ തീയിറങ്ങുക. വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം പറയട്ടെ. ശാപം വാങ്ങിച്ച് 11 പേരുടെ കൂടെ 12ാമനായി നിൽക്കുന്നവൻ അവരുടെ കാതുകളിൽ കേട്ടു, യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നവൻ മാറിക്കട്ടെ. ലേവി ഗോത്രത്തിനകത്ത് കൂടാരത്തിനകത്ത് തമ്മിൽ പറഞ്ഞു, അച്ഛാ അറിയാ അമ്മേ ചേട്ടാ, ഇതാ തക്ക സമയം. എന്താ തക്ക സമയം? ഇത്രയും നാളും നമ്മുടെ അപ്പം നമ്മെ ശ്രമിച്ചില്ലേ? ഇത് തക്ക സമയമാണ്. എന്താ തക്ക സമയം? യഹോവയായ ദൈവത്തിന്റെ പക്ഷത്ത് മാർദിക്കാൻ ആൾ വേണമെന്ന് ആരുമില്ല. കാരണം ലേവി ഗോത്രം നോക്കിയപ്പോ എല്ലാവരും കാളയുടെ വാലും കാളയുടെ വായും കയ്യും കാളയുടെ മൂക്കും ഒക്കെ പിടിച്ചു നിൽക്കുകയില്ല. എന്നാൽ ഹല്ലേലൂയ, ലേവി പറഞ്ഞു, അവരാരുമില്ലെങ്കിൽ ഞങ്ങളുണ്ട്. വിശ്വസിച്ച് എത്ര പേരുണ്ട്? പരിശുദ്ധ എത്ര പേരുണ്ട്? ശപിക്കപ്പെട്ട തലമുറയില് ശാപം വാങ്ങിച്ച് നടക്കുമ്പോ നിന്നെ സഹായിക്കാൻ ആരുമില്ല. നിന്റെ പ്രാർത്ഥനയിൽ കൂടരുന്ന അപ്പൻ പറഞ്ഞേക്കുകയാ. നിന്റെ യോഗത്തിൽ മന്ത്രിക്കല്ലെന്ന് അപ്പൻ പറഞ്ഞേക്കുകയാ. നിന്റെ വീട്ടിൽ കയറല്ലെന്ന് അപ്പൻ പറഞ്ഞേക്കുകയാ. നീ നന്നാകത്തില്ലെന്ന്, നീ മുടിഞ്ഞു പോകുമെന്ന്, നിന്റെ തലമുറയിൽ ദൈവസന്നിധി വേറെ വിടുവിക്കപ്പെടത്തില്ലെന്ന് ചില പാളയത്തിൽ ശബ്ദം ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. കർത്താവ് ഇന്ന് രാത്രി തന്നെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവിന് ആവശ്യം യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നവനെയോ. യഹോവയുടെ പക്ഷത്ത് ലേവി മാറിയപ്പോ തമ്പുരാൻ അവനെ ബോധിച്ചെന്ന് ഇന്ന് രാത്രി സ്വന്തം പറയാൻ തയ്യാറുള്ള എത്ര പേരുണ്ടാവും? ശ്രദ്ധിച്ചു കേൾക്കുക. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് രാത്രി ചിലർക്ക് പറയുക. കാരണം നിന്നെ മാറ്റി നിർത്തിയ മണ്ഡലത്തിൽ, നിന്നെ അടുപ്പിക്കാത്ത മണ്ഡലത്തിൽ, നിന്നെ വെറുത്ത മണ്ഡലത്തിൽ, നിന്റെ വീടിനകത്തൊരു സ്വാതന്ത്ര്യമില്ലാതെ നിന്നെ കെട്ടിയിട്ടിരിക്കുമ്പോ ഇന്ന് രാത്രി സ്വർഗ്ഗം പറയുന്നു, നിന്റെ കെട്ടഴിയേണ്ടതിന്, നിന്റെ ബന്ധനം അറിയേണ്ടതിന് യഹോവയുടെ പക്ഷത്ത് മാറിക്ക. വിടുന്നില്ല. എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഈ ആലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് രാത്രി ചിലതിന്റെ കാതിൽ ദൈവം പറയുന്നു, അമ്മേ നിന്നെ മാറ്റി നിർത്തിയ നടുവില്, നിന്നെ വില കൽപ്പിക്കാത്ത നടുവില്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നടുവില്, നീ ശപിക്കപ്പെട്ടെന്ന് പറഞ്ഞ നടുവില്, നീ എഴുന്നേറ്റത്തിനെന്ന് പറഞ്ഞ നടുവില് ഇന്ന് രാത്രി സ്വർഗ്ഗം പറയുക, യഹോവയുടെ പക്ഷത്ത് മാറിക്കാൻ തയ്യാറാക. നിന്റെ ദാരിദ്ര്യം മാറ്റാൻ പോകുക, നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ പോകുക, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുക. നിങ്ങൾ പരിശുദ്ധ ഹൃദയപ്പെട്ടാൽ ഒരു പുതപ്പ് വീഴുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്നോ പെയ്യുന്നത് പോലെ അഭിഷേകത്തിന്റെ നിറവ് ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. കേൾക്കാതിരിക്കരുത്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആരാധനെ ബന്ധിക്കുന്ന, ദൈവസഭയെ ബന്ധിക്കുന്ന, ദൈവത്തിന്റെ നന്മയെ ബന്ധിക്കുന്ന, ശപിച്ചു മാറ്റി നിർത്തിയിരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരു വിടുതൽ ദൈവം കാണുകയാ. ചേർന്ന് കാലമടിച്ച് കർത്താവെ സ്തുതിക്കുക. ആർപ്പിന്റെ ശബ്ദം ഇതല്ല, ജയിച്ചവന്റെ ശബ്ദം ഇതല്ല, അഭിഷേകത്തിന്റെ ശബ്ദം ഇതല്ല.
പട്ടണത്തിലെ മ്ലേച്ഛതകളിൽ നിന്നും, അന്യാരാധന ശക്തിയിൽ നിന്നും, ആമേൻ, പിശാചു വാഴുന്ന കൊടുമുടിയിൽ നിന്നും, കുടുംബത്തിനകത്ത് തായി വീണ് അടിച്ചമർത്തുന്ന വൈശാലിക മണ്ഡലങ്ങളിൽ നിന്നും ഒരു കാരണവശാലും നീ എഴുന്നേക്കരുത്. നീയും നിന്റെ തലമുറയും പരാജയപ്പെടണമെന്ന് പറഞ്ഞ് പാളയത്തിന് ഏതോ പോയി ചവിട്ടി താത്തിട്ടിരിക്കുന്ന ചില വ്യക്തികളെ കണ്ട് സ്വർഗം വിളിച്ചു പറയുക, അപ്പോൾ നിന്നെ ശപിക്കട്ടെ, കുടുംബത്തിനെ ശപിക്കട്ടെ, ഭാര്യത്തിനെ ശപിക്കട്ടെ, ഭർത്താവിനെ ശപിക്കട്ടെ, മാതാപിതാക്കളെ ശപിക്കട്ടെ. ഇതിനകത്ത് സ്വർഗം ഒരു ചോദ്യം ചോദിക്കുന്നു, എന്റെ പക്ഷം തരാമോ? യഹോവയുടെ പക്ഷം ചേരാൻ കഴിയുമോ? ഇന്ന് രാത്രി യഹോവയുടെ പക്ഷം ചേരാൻ കഴിയുമോ? യഹോവയുടെ പക്ഷം ചേരുന്നവരെയാ ഇന്ന് രാത്രി കർത്താവിന് ആവശ്യമാണ്. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, അവൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്ന ഹല്ലേലൂയ ലേവി എന്ത് ചെയ്തെന്ന് അറിയാമോ? തമ്പുരാൻ അവന്റെ തോൾ ചായ്ച്ചു കൊടുത്തു. യഹോവയുടെ പെട്ടകം അവന്റെ തോളിൽ വന്നു. ഇന്നലെ അവനെ നിന്ദിച്ചവൻ, കണ്ട കാർക്കിച്ചു തുപ്പുന്നവൻ, ആമേൻ ഹല്ലേലൂയ, ആമേൻ അപ്പം ശപിച്ചവൻ, ശപിക്കപ്പെട്ടുള്ള മക്കൾ, ശാപം വാങ്ങിച്ചവന്റെ തലമുറ എന്ന് പറഞ്ഞ് ചില മിടുക്കന്മാർ പാളയത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസി നടക്കുമ്പോ തലയിൽ തുണി ഇട്ടില്ലെന്നേ ഉള്ളൂ. ഇട്ടവനെ പോലെ കണ്ണുനീരോടെ കരഞ്ഞ മണ്ഡലങ്ങളിൽ രാത്രിയുടെ കാലങ്ങളിൽ എഴുതേറ്റ് കുത്തി നിലവിളിച്ചപ്പോൾ ആമേ, എന്റെ ദൈവമേ, എനിക്കിത് വയ്യ കർത്താവേ, സഹിക്കാൻ വയ്യ, ഞാൻ കുറച്ച് നാള് കൊണ്ട് സഹിക്കുകയാണ്, എനിക്ക് മറുപടി ഇല്ല ദൈവമേ, ഞാൻ ഈ വിഷയത്തിന് എന്നൊരു പരിഹാരം കിട്ടും എന്ന് ചോദിച്ച ഒരു ലേവി ആരും കാണാതെ മാറി എന്ന് കരയുമ്പോ ഇന്ന് രാത്രി സ്വർഗം പറയുക, മോനെ, നിന്റെ തോളൊന്ന് ചായച്ചു തന്ന ഇവന്മാരെ അക്കരെ കടത്താൻ ഞാൻ നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചേർന്ന കർത്താവിന്റെ സ്തോത്രം പറ. നിന്നെ നിന്ദിച്ചവർ നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, അവൻ നിനക്കെതിരെ വിളിഞ്ഞുകൊണ്ടുന്നവർ നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, നിന്റെ ശുശ്രൂഷയോട് വിളിഞ്ഞുകൊണ്ടുന്ന, നിന്റെ കുടുംബത്തോട് വിളിഞ്ഞുകൊണ്ടുന്ന, അവന്റെ ഭാവിയോട് വിളിഞ്ഞുകൊണ്ടുന്ന, നിന്റെ സഭയോട് വിളിഞ്ഞുകൊണ്ടുന്ന, ദുഷ്ടന്റെ ആധിപത്യങ്ങൾ നിന്റെ ശുശ്രൂഷയോട് വിളിഞ്ഞുകൊണ്ടുന്നവർ നീ നിമിത്തം മക്കളെ പ്രവേശിക്കണമെന്ന് ആ തോളൊന്ന് ചായച്ചു കൊടുക്കാമോ? ഇന്ന് രാത്രി കർത്താവ് ജനം നിറയ്ക്കുകയാണ്. കൊടുക്ക് കർത്താവിന്റെ സന്നിധി. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നത്, ഹല്ലേലൂയ, യേശുവിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ കാണുകയാ. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, യഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ മാറി നിൽക്കട്ടെ. അതിന്റെ റിസൾട്ട് കിട്ടിയപ്പോഴറിയാമോ? അവൻ മോശം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഗോത്രമായി ഓരോരുത്തരും എന്ത് ചെയ്യണം? ഓരോ വടി കൊണ്ടുവന്ന് യാഗത്തിന്റെ അകത്തിരിക്കുന്ന പെട്ടകത്തിനകത്ത് എന്ത് ചെയ്യുക? അവിടെ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കനുസരിച്ച്, മോശയുടെ വാക്കനുസരിച്ച് ഓരോ വടി വെട്ടി എന്ത് ചെയ്തു? പെട്ടകത്തിൽ കൊണ്ട് വെച്ചു. അമ്മ ലേവിനെ നോക്കി പലരും പറഞ്ഞു, നീ എവിടെ പോവുക? ഞാൻ പെട്ടകത്തിൽ വടി വെക്കാൻ പോവാ, ആരാധിക്കാൻ പോവാ. നീയോ? നിന്റെ വടി എന്തിനാ? എടാ, അപ്പ ശമിച്ച നീ നമുക്കു, നീ ശാപം വാങ്ങിച്ചവരല്ലേ? നിന്റെ കുടുംബം വിടിവിക്കപ്പെടുമോ? നിന്റെ തലമുറ വിടിവിക്കപ്പെടുമോ? ചോദ്യങ്ങൾ ഒത്തിരി കൂമ്പാരം വന്നു. പക്ഷെ ചോദ്യങ്ങളൊന്നും വകവെക്കാതെ ആമേൻ അഹരോനും ഒരു വടി കൊണ്ടാണ് വെച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് രാത്രി ഇവിടെയുള്ള സഭയോട് ബന്ധമില്ല. ഇവിടുത്തെ ഹല്ലേലൂയ സിറ്റിയുമായി ബന്ധമില്ല. ഇവിടുത്തെ ആത്മീയ നേതാക്കന്മാരോട് ബന്ധമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നിന്നെ അനുഗ്രഹിച്ച ദൈവമുണ്ടല്ലോ, ഇന്ന് രാത്രി തകർന്നു തരാൻ പോവുകയാ. ഹല്ലേലൂയ, ബന്ധമില്ലാത്ത നിന്നെ ബന്ധമുള്ളവരാക്കി മാറ്റാൻ പോവുകയാ. ആര് തള്ളിയോ, ആര് എഴുതി തള്ളിയോ, ആര് നിന്നെ ഉപേക്ഷിച്ചോ, അവന്റെ നടുവിൽ നിന്റെ പേരൊന്ന് വലുതാക്കാൻ പോവുകയാ. ഇന്ന് രാത്രി തകർക്കാൻ പോവുകയാ. ഇന്ന് രാത്രി പൂ വയ്ക്കാൻ പോവുകയാ. അത് പിന്നെ അത് കായാകാൻ പോവുകയാ. അത് പിന്നെ സൗരഭ്യമാകാൻ പോവുകയാ. അത് വിശ്വസിച്ച കർത്താവിനെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഒരു അഭിഷേകം വെളിപ്പെട്ടു വരികയാ. ദൈവം ബോധിച്ചവരെ നോക്കിക്കേ. അപ്പനവനെ ശമിച്ചെങ്കിലും ദൈവം ബോധിച്ചപ്പോ അവന്റെ വടിയെ അത് തളർപ്പിച്ച് അവന്റെ നിന്നെ ഉരുട്ടി മാറ്റിയ ദൈവത്തിന് കരമടിച്ച് സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരി കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ആമേൻ, എന്റെ വടി തളർക്കുന്നു പറഞ്ഞു. ഇടയ്ക്ക് കൈവെക്കുക, കൈ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഞാൻ ഒരിക്കലെടുത്ത് പറഞ്ഞു, കേരളത്തില് ഒരു സഭയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഒരു ഇൻഡിപെൻഡന്റ് സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക.
പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആത്മാവിന്റെ ഒരു പരിവർത്തനം ഉണ്ടായി. അവിടെ തീ ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, 20 തമ്മിൽ കരം കോർത്ത് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. 20 തമ്മിൽ അടുത്ത് നിൽക്കുന്നവർ തമ്മിൽ എന്ത് ചെയ്യുക? കരം കൊടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും കരം കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ അങ്ങ് അറ്റത്ത് 2 സഹോദരിമാരെ കരം കൊടുക്കുന്നില്ല, കൈ അടിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, കൈ കെട്ടി നിൽക്കുക. ഞാൻ ഇതേപോലൊക്കെ ഒരു കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ കീറി പറയുക, നിങ്ങൾ കരം കോർത്ത്, കർത്താവ് പിടിക്കുന്നു, കരം കോർത്ത്, കർത്താവ് പിടിക്കുന്നു, കരം കോർത്ത്. ആരെങ്കിലും ഇവരെന്ത് ചെയ്യുന്നില്ല, കരം പിടിക്കുന്നില്ല. അവരെനിക്ക് എൻ്റെ ബുദ്ധിയിൽ ഞാൻ എന്ത് ചെയ്യുമോ, സ്റ്റേജിൽ നമുക്ക് ഇറങ്ങിയിട്ട് ആരെങ്കിലും അവരുടെ ചെവിലോട്ട് എന്ന് പറഞ്ഞ്, നിങ്ങൾ കരം കോർത്ത് വെച്ച് ആരാധിക്ക്, ബന്ധനം അഴിയാൻ പോവുകയാണ്. അവർ കേട്ട വടി കാണിച്ചില്ല. അയ്യോ, ഒത്തിരി ദുഃഖം തോന്നി. നിങ്ങളൊക്കെ മിണ്ടാതിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുമ്പോൾ ദുഃഖമുണ്ട്. അല്ലെങ്കിൽ ആമേൻ, ദുഃഖം തോന്നി. കർത്താവേ, പ്രസംഗം ചീറ്റിപ്പോയോ എന്ന് ചിന്തിച്ചു പോയി. അപ്പൊ അങ്ങനെ ചീറ്റിപ്പോയോ ചിന്തിച്ചപ്പോൾ ആ സഭയിലെ ഒരു പാസ്റ്റർ ഉണ്ട്. ആമേ കാലിൽ സകലം ഹാലലിയ ആ ഞൊണ്ടുള്ളൊരു പാസ്റ്റർ ഷിബു എന്ന് പറയും. ആ പാസ്റ്റർ ഹാലലിയ ആമേ ഇറങ്ങി ആ ഞൊണ്ടം കാലം കൊണ്ട് ഞൊണ്ടി എൻ്റെ അടുക്ക വന്നിട്ട് ആദ്യം പറഞ്ഞു, പാസ്റ്ററെ ഇഞ്ഞു പോര്. അതുകൂടെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, തെയ്യുമച്ചാ. യോഗം പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ യോഗത്തിന് ശേഷമായിട്ട് ഹല്ലേലൂയ ഞാൻ അവിടെ ഇരിക്കുക. സഹോദരന്മാരും സഹോദരിമാരും പോകുന്നു, ചിലർ കൈ തരുന്നു, ചിലരും ഉണ്ടാതെ പോകുന്നു. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഹല്ലേലൂയ അവരങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പാസ്റ്ററിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ആ സഹോദരിയുടെ തലയെ കൈവെക്കേണ്ടെന്ന് പറഞ്ഞത് പാസ്റ്റർക്ക് വിഷമമായോ? ഞാൻ പറഞ്ഞു, ആയി. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, രസകരമായിരുന്നു. പാസ്റ്റർ അവരമ്മായിമേ മരുമോളുവാ. വിടുതൽ നടക്കണോ? കരം പിടിക്കാൻ തയ്യാറാണ്. സ്തോത്രം പറഞ്ഞ് സഹോദരിമാരും സ്തോത്രം പറഞ്ഞ് അതിനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നേ, ആ കരം ഒറ്റയ്ക്ക് പിടിപ്പിക്കുന്നേ. സ്തോത്രം. ആരെങ്കിലും എന്താ ഇവിടെ നിന്ന് എല്ലാവരെയും കാണാം, എല്ലാ കരവും കാണാം. ആരെങ്കിലും കരം കോർത്താൽ ഉണ്ടെങ്കിൽ കർത്താവ് യുദ്ധത്തിന് പറഞ്ഞയച്ചിട്ട് ഒറ്റ യുദ്ധത്തിനും ആരും തോറ്റിട്ടില്ല. പക്ഷെ ഒരിക്കൽ തോറ്റു. ആലലിയ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ആലലിയ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ പദം എങ്ങനെയാ? എടാ മോനെ, ഞാൻ പറഞ്ഞിട്ടല്ലേ പോയ. എവിടുന്ന തുടങ്ങിയ? ദബ്രാൻ പറഞ്ഞു കിഴക്കൂന്ന് തുടങ്ങിയ. പരിചയം ഉണ്ടായിരുന്നു. പഴയതായിരുന്നു, അല്ല പുതിയ തന്നെ ഉണ്ടായിരുന്നു. വാളും ഉണ്ടായിരുന്നു. പിന്നെ എന്താ തോറ്റുപോയെ? അതിനെ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് ചോദിക്കണം. ആ ചോദ്യം ചോദിച്ചപ്പോ കർത്താവ് ഞാൻ പറഞ്ഞു തരാം, ഒരു കാര്യം ചെയ്യും, പ്രാർത്ഥനയ്ക്ക് മുഴങ്കല് മുടക്ക് കേൾക്കണോ? ആലലിയ പറഞ്ഞത്, നിന്റെ പാളയത്തിനകത്തെ ഒരുത്ത കിടപ്പുണ്ടെന്ന് പൊതച്ചുകൂടി. തമ്പുരാൻ അയച്ച ആലലിയ തമ്പുരാൻ എവിടെയെങ്കിലും യുദ്ധത്തിന് അയച്ചിട്ടുണ്ടെങ്കിൽ എങ്ങും പരാജയപ്പെട്ടിട്ടില്ല. ആലലിയ 60 ലക്ഷം പരം ജനങ്ങൾ പാളയത്തിൽ കിടക്കുമ്പോൾ ഒരു പോർഷനിൽ വന്ന യുദ്ധത്തിന്റെ കാരണത്തിൽ ആലലിയ പരാജയപ്പെട്ടു വന്ന് ഭക്തന്മാർ നിലമ്പാട് വീണപ്പോൾ കുളിപ്പെട്ടു. ഒരു ആകാറുണ്ട്, അവൻ ചിലത് മോട്ടിച്ചിട്ട് കട്ടിലിന്റെ കീഴിൽ കുഴിച്ചിട്ട് അതിന്റെ മണ്ട കട്ടിൽ വെച്ചിട്ട് അതിന്റെ മണ്ട കയറിക്കിടന്ന് അതിന്റെ മണ്ട പുതക്കുട്ടി കിടക്കുന്നു. ആരാധന വെളിപ്പെടണോ? സഭ വിടുവിക്കപ്പെടണോ? ഒറ്റയോർമ്മ മതി ദൈവസഭയെ തകർക്കാം. ഇതൊരു കൺവെൻഷനാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ആത്മാവിൽ, ദൈവാത്മാവിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും മുഖം നോക്കാതെ ആത്മാവിനെ വിളിച്ചു പറയുക, ആകാൻ ചത്തില്ലെങ്കിൽ സഭയുടെ അവസ്ഥ കഷ്ടം. എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ എത്ര തയ്യാറാ? കഥാപ്രസംഗം കേൾക്കാനാണോ ഇന്ന് രാത്രിയുടെ വന്നേ? നോ, ഇന്ന് രാത്രി അനുഭവിക്കാൻ വന്നെങ്കിൽ നീറുന്ന ചില മോശന്മാരുടെയുണ്ട്, നീറുന്ന അഭിഷിക്തന്മാരുണ്ട്. ചോദിക്കുന്നത് എന്തുകൊണ്ടിത്? ദൈവാത്മ പറയുന്നു, ഒരു ആകാനുണ്ട്. കൊടുക്ക് ദൈവമക്കളെ, ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ മനസ്സ്. ഇന്ന് രാത്രി സഭയോട് മാത്രമല്ല, 90ാമത് കൺവെൻഷനോട് മാത്രമല്ല, 40ാമത് കൺവെൻഷനോട് മാത്രമല്ല, ഇന്ന് രാത്രി ഇവിടെ നടവടക്കിരിക്കുന്ന ചില അഭിഷിക്തന്മാരോട് വെളിയുണ്ടി പറയുന്നു, സഭയ്ക്കകത്ത ചില വിഷയങ്ങൾ നീക്കുപോക്കുണ്ടാകാത്ത കാര്യം നീ അറിയാതെ ഒരുത്തം മുതച്ചു കിടപ്പുണ്ട്. അവൻ എഴുന്നേക്കും, തലതാക്കും, എഴുന്നേക്കും, തലതായിക്കും. അവൻ മറഞ്ഞു നിൽക്കും, അവൻ വെളിപ്പെടത്തില്ല. എന്നാൽ ദൈവത്തിന്റെ മുഴക്കാലം അടക്കുക അവനെ തമ്പുരാന്റെ മുമ്പിൽ
കൊണ്ട് തന്ന് അവനെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതിന് അവൻ പാളയത്തിൽ ജയം കൽപ്പിക്കേണ്ടതിന് അഭിഷേകം ഏറ്റെടുക്കുക. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഇടയ്ക്ക് കയറി പരിശുദ്ധാത്മാവ് ആത്മനിറവിനെ വിളിച്ചു പറയുക, ഈ രാത്രിയിൽ കർത്താവിന്റെ തലമുറകളെ ദൈവസഭയ്ക്ക് എഴുന്നേൽപ്പിക്കും. ആകാമാരെ വെട്ടി വീഴുന്ന കരയുന്ന ആന്റിയെ, കരയുന്ന അങ്കിളെ, കരയുന്ന ദൈവദാസനെ, ഇന്ന് രാത്രി നീ ചോദിച്ചില്ലേ എന്തുകൊണ്ടിങ്ങനെ? ഇന്നത്തെ കർത്ത പറയുന്നു, അതെ ഒരു തകിടപ്പുണ്ട്. ദൈവപ്രവർത്തിക്ക് നേരെ, ആത്മമണ്ഡലത്തിന് നേരെ, ആത്മാഭിഷേകത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവരെ ഓർക്കൂ, യഹോവയുടെ കല്ല് നിനക്കൊരു ഭാരമാകും. ഒരിക്കൽ ഒരാളെന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ സൗദി അറേബ്യ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ദമാമിലുള്ളതായ പാസ്റ്റർ രാജോട് രാജ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രസംഗം കഴിഞ്ഞ ഒരാളെന്ന് പറഞ്ഞു, പാസ്റ്റർ വിസിറ്റിംഗ് പാസ്റ്റർ, അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബോധ്യം ഉള്ളിൽ കിടക്കുന്ന നല്ലതാണ്. അദ്ദേഹം പറഞ്ഞ അർത്ഥം എന്താ അറിയാമോ? അമ്മ ഇറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ 300 റിയാൽ നീയത്തില്ല, കേട്ടതില്ല. ഞാൻ അദ്ദേഹത്തിന് മുഖത്തൊക്കെ പറഞ്ഞു, ഇത് വേറെ പണിയില്ല, ഞെട്ട് കിട്ടിയതല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച് ചെറുപ്രായത്തിൽ നിക്കറിട്ടുണ്ടാക്കുന്ന സമയത്ത് ആമ തിരിച്ചറിയിൽ എട്ടും മുട്ടും അറിയാത്ത സമയത്ത് എന്റെ മേൽ വന്ന അഭിഷേകം എന്നോട് പറഞ്ഞ് രാജ്യങ്ങൾ അയക്കും, ഹല്ലേലൂയ, സഭകളിൽ നിർത്തും, സ്റ്റേജിൽ നിർത്തുമെന്ന്. ഇത് പറഞ്ഞ് തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുഖം നോക്കാതെ പറയുന്നത് എന്താ? വേണങ്ങല്ലേ. ആ ഒരു കാലത്ത് പാസ്പോർട്ട് അപ്പം കിട്ടും, കൊച്ചിന്റെ വിവാഹം അപ്പം നടത്തും, അല്ലെങ്കിൽ അമേരിക്കൻ ചെക്കൻ എപ്പം വീട്ടിൽ കയറി വരും, അല്ലെങ്കിൽ എന്നൊക്കെ പ്രവചിക്കാൻ വേണ്ടി, അത് പ്രവചനം കേൾക്കാൻ വേണ്ടി ഒത്തിരി പേരിന്റെ അടുക്ക് വന്നിട്ടുണ്ട്. ഒരിക്കൽ തമ്മിലെ തട്ടി വലിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ വിളിച്ചത് ഇതൊന്നും പറയാൻ വേണ്ടിയല്ല, എന്റെ സഭയെ പണിയേണ്ടതിനാ, എന്റെ ജനത്തെ പണിയേണ്ടതിനാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അമ്മ കൊട്ടോടി വെക്കുമ്പോ, ഉള്ളി വെക്കുമ്പോ, ചുറ്റിക്കല് വിളിക്കുമ്പോ അല്പം വേദന തോന്നും. എന്നാൽ ഇന്ന് രാത്രി ഒരുക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന ചില മൂലക്കല്ലുകളെ ദൈവത്തിന് ആവശ്യമുണ്ട്. വിട്ടുകൊടുക്ക്, ഞാൻ എന്റെ സഭയെ പണിയോ. ഒരു നല്ല കർത്താവ് കൊടുത്താണ്. അടുത്ത ഭാഗത്ത് ഞാൻ കടന്നു വരികയാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചത് എങ്ങനെയാ? ബോധിച്ചവരെ ദൈവം മലയിൽ ഒരുമിച്ച് കൂട്ടി. അതിനുശേഷം ദൈവം ചെയ്തു, അവരെ 120 പേരെയും ദൈവം പറഞ്ഞയച്ചു. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് സാക്ഷികളാകണം. ഓടി വരണമേ. അവിടെ 1-2 ദൂത് പറഞ്ഞ് മടങ്ങി വരാം. എന്നെ കുറിച്ച് സാക്ഷിയാകണം. എവിടെ സാക്ഷിയാകണം? ബോധിച്ചവരെയാ വിളിച്ചത്, എല്ലാവരെയും വിളിച്ചില്ല. സ്വതന്ത്രം. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കൂ. ആമേൻ. ഈ കസേരയൊക്കെ കാലിയായിട്ട് കിടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം, അയ്യോ ദൈവമേ, ആമേൻ, നോട്ടീസ് എറിച്ചില്ലയോ, ക്ഷണം നന്നായില്ലയോ? നോ. ആമേൻ. എന്നെ കർത്താവേ, നീ എന്നെ ബോധിച്ചനായി സ്വതന്ത്രം എന്ന് പറഞ്ഞേ. അപ്പൊ അത്രയും ജനമുള്ളപ്പോൾ അവരെ ആരെയും കർത്താവ് കാണാതെ 120 പേരെ മാത്രം ആൾക്കാരെ കൊടുത്തിട്ട് പറയുക, ഞാൻ എന്റെ ആത്മാവിനെ നിന്നെ കൊല്ലുന്നു, ഇപ്പോൾ ഭൂലോകമൊക്കെയും പോയി എന്റെ സാക്ഷികളാണ്. എനിക്ക് ആ ഒരു ഒന്ന് പറയാൻ ആഗ്രഹം. അതൊന്ന് പറയുക, ഒരു ദൈവത്തിന് എപ്പോഴും ഒരു കഷ്ടതയാണ്. യേശു കർത്താവ് ആ ഭാഗത്ത് വെളിപ്പെടുത്തുകയാണ്. ഞാൻ അല്ലെങ്കിൽ ദൈവദൂതന്മാർ പറഞ്ഞത്, നീലപുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്, അവൻ പോയതുപോലെ എന്ത് ചെയ്യും? മടങ്ങി വരും. വിശ്വസിക്കുന്നുണ്ടോ? എവിടെ വരും? എവിടെ നിന്ന് പോയോ അവിടെ വരും എന്ന് പറയാൻ പോവാ. അതൊക്കെ മനസ്സോടെ എവിടെ നിന്ന് പോയോ അവിടെ വരും. ഞാൻ ദൈവത്തിന്റെ
വിട്ടെങ്കിൽ, കൂടെ നിന്നവർ നിങ്ങളെ ഉപേക്ഷിച്ചെങ്കിൽ, കൂടെ ആരാധിച്ചവർ നിങ്ങളെ ഇട്ടിട്ട് പോയെങ്കിൽ, തമ്പുരാൻ പറയുന്നു ഇവിടെ തന്നെ. എത്ര പേർ സ്വീകരിക്കും? എത്ര ദൈവദാസന്മാർ സ്വീകരിക്കും? ഇവിടെ തന്നെ, ഇവിടെ തന്നെ. വീണ്ടും ഒരു തകർച്ചയ്ക്കല്ല, രാജകീയ അഭിഷേകമായി, രാജകീയ അഭിഷേകവുമായി, രാജകീയ തത്വമായി, രാജകീയ കൃപയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര തയ്യാറാണ്? നിങ്ങളുടെ കരങ്ങൾ തട്ടി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അല്പസമയം ആരാധിച്ച്, അല്പസമയം ആരാധിച്ച്. എവിടെ തകർക്കപ്പെടാൻ പോയോ അവിടെ മാനിക്കുവാൻ പ്ലീസ് ദയവായി ആത്മാവിൽ ആരാധിച്ച്. പോരാ പോരാ പോരാ. ഹല്ലേലൂയ. ഒരുവരുടെ അവസ്ഥ അനുഭവിക്കുന്ന എന്റെ ദൈവമൈതലേ, ഇന്ന് പകൽക്കാലം ആമേ ദൈവം പോലും പ്രാർത്ഥന കേൾക്കാത്ത വിഷയത്തിന് മുമ്പിൽ നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ നിലവിളിച്ചിട്ട് സ്വർഗം പോലും ചലിക്കാത്ത എത്ര ദിനരാത്രങ്ങൾ നിന്നെ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ ഉണ്ടെന്ന് പറഞ്ഞ വിശ്വാസികൾ, കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പാസ്റ്റർമാർ നിങ്ങളെ വിട്ടുപോയില്ലേ? ഹല്ലേലൂയ. എന്തു വന്നാലും കൂടെയുണ്ട്, പ്രാർത്ഥനയുണ്ട് സഹോദര എന്ന് പറഞ്ഞവർ നിന്റെ കഷ്ടതയിൽ നിന്നെ മറന്നുപോയില്ലേ? ഒറ്റയ്ക്ക് കരഞ്ഞില്ലേ? ഒറ്റയ്ക്ക് നിലവിളിച്ചില്ലേ? ഒറ്റയ്ക്ക് തമ്പുരാനോട് ചോദിച്ചില്ലേ? എന്ന് ഈ സ്റ്റേജ് ഒന്ന് മാറും. എന്നെ കുടുംബം ഒന്ന് വിടുവിക്കപ്പെടും. കർത്താവേ, ഇതെനിക്കൊരു ഒലിവുമലയാണ്. എത്ര പേർ ചങ്കത്തെ കഴിച്ച് പറയാൻ കഴിയും? കർത്താവേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഒലിവുമലയിലാണ്. എനിക്ക് തകർച്ചയുണ്ട് കർത്താവേ. ഞാൻ കരഞ്ഞിട്ടും എൻ്റെ മറുപടി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകുന്നത് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രിയിൽ അഭിഷിക്തന്മാരോട് ദൈവം പറയുന്നു, നിങ്ങളെ ആക്കി വെച്ച സ്ഥലത്ത് അനേകം നിങ്ങളുടെ കൂടെയുണ്ടെന്ന്. ഒരു പ്ലേറ്റിൽ കഴിച്ചവർ, ഒരു കാറിൽ യാത്ര ചെയ്തവർ, ഒരു പായിൽ പ്രാർത്ഥിച്ചവർ ഇന്ന് നിന്നെ വിട്ടു പോയില്ലേ? നീ തകർന്നു പോകരുത്, നീ ഉടഞ്ഞു പോകരുത്. യേശു നിന്നതുപോലെ നീ ഒരു മല നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ രാജാവാക്കുന്ന സമയമുണ്ട്, നിന്നെ അഭിഷേകം ചെയ്യുന്ന സമയമുണ്ട്, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന സമയമുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നു. ഒന്ന് വിട്ടുകൊടുത്താട്ടെ കർത്താവിന്റെ സന്നിധി, ഒന്ന് വിട്ടുകൊടുത്താട്ടെ. അതിന് ഈ മല അനുഭവിക്കുന്നവർ, ഈ ഒലുമല അനുഭവിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കാൻ തയ്യാറാകട്ടെ. നീ കടന്നു പോകുന്ന പാതകൾ നിനക്ക് അതികഠിനമായിരിക്കാം, അത് മുള്ളുപോലെ വേദനിക്കുന്നതായിരിക്കാം, താങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. എന്നാൽ കുടുംബത്തിൽ സ്വർഗ്ഗം പറയുന്നു, അതിൽ ഒരു മലയിൽ എന്റെ യേശുവിനെ എങ്ങനെ ആദരിക്കപ്പെട്ടോ, ഒരു മലയിൽ എങ്ങനെ ആദരിക്കുമോ, ഒരു മലയിൽ യേശുവിനെ എങ്ങനെ ഉയർത്തുമോ, അതേപോലെ പട്ടണത്തിൽ ഉയർത്തുവാൻ, നിന്റെ ഭവനത്തിൽ നിന്നെ ഉയർത്തുവാൻ, നിന്റെ സഭയിൽ നിന്നെ ഉയർത്തുവാൻ, നിന്റെ ദേശത്ത് നിന്നെ ഉയർത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുക, അഭിഷേകത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് അടുത്ത വിഷയത്തിലേക്ക് കയറണം, പക്ഷെ ആത്മാവ് പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ചിലർ പ്രാർത്ഥിക്കുക, ഇന്ന് രാത്രി കർത്താവിന്റെ മല മാറ്റുകയാ, നിന്റെ ഓരോ മല മാറ്റുകയാ. മല പോലെ നിൽക്കുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ കർത്താവ് വകഞ്ഞു മാറ്റുകയാ. കാരണം എന്റെ ദൈവം എവിടെ പരാജയപ്പെട്ടു അവിടെ വിജയിക്കുന്നെങ്കിൽ നിനക്കൊരു വിജയമുണ്ട്, നിനക്കൊരു ജയമുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിന്റെ 8-ാം വാക്യത്തിൽ വായിച്ചിരിക്കുകയാണ്, എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ആരുടെ മേൽ വരുമ്പോൾ, ബോധിച്ചവരുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. എന്താ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കീബോർഡിന്റെ മുമ്പിൽ കിടന്ന് തലയിൽ തുണിയിടാതെ തുള്ളുന്നതല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആമ ലൈറ്റ്സ് എല്ലാം കൂടെ അണച്ചിട്ട് ആമ നൃത്തം ചെയ്യുന്നതല്ലെന്ന്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പാട്ട് കഴിഞ്ഞിട്ട് അവൻ സ്റ്റെപ്പ് വെക്കുന്നതല്ല, വെക്കത്തിലെന്നല്ല, തുള്ളത്തിലെന്നല്ല. ഇതൊക്കെ അകത്തുണ്ട്, പക്ഷെ അതല്ല. ഇല്ലെങ്കിൽ കർത്താവ് നോക്കുന്നു. പരിശുദ്ധാത്മാവ് എന്താ? 10 അന്യഭാഷ കാണാതെ പറയുന്നതാണോ? 10 അന്യഭാഷ കാണാതെ പറയുന്നതാണോ? 10 അറബി ഭാഷ പഠിക്ക്, അന്യഭാഷ പഠിക്കണം, അതല്ല. എന്റെ ഉള്ളിൽ നൊന്ന് ഞാൻ പറയുക, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ. ഇനി അങ്ങോട്ട് പോകാൻ സമയമില്ല. ഞാൻ ഒരു വഴിയെ പോകുമ്പോൾ ആ വഴി എനിക്ക് അനർത്ഥമെന്ന് കണ്ടിട്ട് ഞാൻ അറിയാതെ എന്നെ മറുവഴി പറഞ്ഞു വിടുന്നതാ പരിശുദ്ധാത്മാവ്. ചിലർക്ക് കഴിയുമോ
അത് ഇന്ന് പകലോടെ വ്യാപരിക്കപ്പെടുകയാണ്. അത് നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കപ്പെടുകയാണ്. നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളോട് പോകാൻ പറ്റത്തില്ല. അവൾ പോകുന്ന വഴിയെ നിനക്ക് പോകാൻ പറ്റത്തില്ല. അന്യഭാഷ പറയുന്ന അമ്മച്ചി, നിന്റെ കുഞ്ഞിനൊപ്പം പോകുന്ന പരിശുദ്ധാത്മാവ്, അവൻ ബഹളത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ്, നിന്റെ ശക്തി ധരിക്കുക. ഇന്ന് രാത്രി ഇത് പ്രാപിക്കാൻ എത്ര പേർ തയ്യാറാ? ഇന്ന് രാത്രിയിൽ ഈ അഭിഷേകത്തിൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അഭിഷേകത്തിൽ നിറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറ, എന്റെ ദൈവമേ, എനിക്ക് ഇന്ന് രാത്രി വേണം. അവൻ ദൈവം ഇന്ന് രാത്രി യെസ് ലോർഡ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നിന്നെ നിറയ്ക്കാൻ എന്റെ ദൈവം മതിയായവനാ. പരിശുദ്ധാത്മാവ് എന്തിനാണെന്ന് അവൻ അടുത്ത ഭാഗത്ത് ചിന്തിച്ചിട്ട് ഞാൻ അമ്മയെ കൂടി പ്രാർത്ഥിക്കാം. ബോധിച്ചവനെ ദൈവം എന്ത് ചെയ്തു? അടുക്കൽ വിളിച്ചു. അടുത്ത പദം വായിക്കുന്നത്, തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും രോഗിയുടെ മേൽ കൈവെക്കേണ്ടതിനും ഭൂതങ്ങളുടെ മേൽ കൈവെക്കേണ്ടതിനും. ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ. തന്നെ ദൈവം വിളിച്ചത് തന്നോട് കൂടെ എന്ത് ചെയ്യാനാ? ഇരിക്കേണ്ടതാ. അപ്പൊ ഇരിക്കുന്നവർ, തമ്പുരാനോട് കൂടെ ഇരിക്കുന്നവർ പ്രസംഗിച്ചാൽ മതി. വ്യാഖ്യാനിക്കണ്ടല്ലോ. തമ്പുരാന്റെ കൂടെ ഇരിക്കുന്നവർ ഭൂതങ്ങളുടെ തലയ്ക്ക് വെച്ചാൽ മതി. അല്ലെ പറയും, മർക്കോസിനെ അറിയാം, അവനെ അറിയാം, ഇവനെ അറിയാം, നീ ആരാ ചോദിക്കും? നോക്കിക്കേ, അവൻ രോഗിയുടെ കൈവയ്ക്കണമെങ്കിൽ തമ്പുരാന്റെ കൂടെ ഇരിക്കുന്നതാകണം. അതുകൊണ്ട് കർത്താവ് സെപ്പറേറ്റ് ആയി വേർതിരിച്ചത്. പാപത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും തമ്പുരാൻ നിന്നെ അടർത്തിയെടുത്ത് ഈ അമേരിക്കൻ മണ്ണി നട്ടിരിക്കുന്നത് തിന്നു കുടിച്ച് പോകാനല്ല, അവരുടെ കൂടെ ഇരിക്കാനാ. എനിക്ക് കഴിയുന്നില്ല. ദൈവാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അഭിഷേകത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് രാത്രിയിൽ ഒന്ന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ വൈതലെ ബോധിച്ചവരുടെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ട്. തമ്പുരാൻ ബോധിച്ചിട്ട് നിന്റെ അപ്പനെ കാണാതെ, അമ്മയെ കാണാതെ, നിന്റെ സഹോദരങ്ങളെ കാണാതെ നിന്നെ തമ്പുരാൻ കണ്ടത്, ഇതിനകത്ത് കൊണ്ടിരുത്തിയത് തമ്പുരാൻ നിന്നെ ബോധിച്ചിട്ട് ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്ക്. തമ്പുരാൻ നിന്നെ ബോധിച്ചിരിക്കുമ്പോൾ അഭിഷേകത്തിന്റെ നിറവ് നിന്റെ സഭയ്ക്കകത്ത് വരികയാണ്. ഞാൻ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ അമ്മച്ചിലെ വ്യക്തികൾക്ക് അഭിഷേകത്തിലൂടെ ഞാൻ രാത്രി പ്രാർത്ഥിക്കും. അനേക സമയത്ത് വന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, എന്തിനാ അഭിഷേകം? യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, മറ്റൊരു കാര്യസ്ഥ നിങ്ങളുടെ വരും. പക്ഷെ ഒരു കാര്യം, പോകാൻ വരട്ടെ. ബോധിച്ചോടാ പറഞ്ഞു, പോകാൻ വരട്ടെ. നിങ്ങൾ പോകുന്ന എവിടേക്കാണ് കർത്താവ് പറഞ്ഞു? യെരൂശലേമിലും ഭൂലോകത്തെ അറ്റത്തോളം എന്ത് ചെയ്യണം? നിങ്ങൾ പോകണം. ഇവിടെ ഉണ്ടോ നിങ്ങൾ? അമ്മ അറ്റത്ത് നിന്ന് പോകണം. പോകാൻ പറഞ്ഞിട്ട് തമ്മിൽ ബ്രേക്ക് ചെയ്യുക അവിടെ. എന്നിട്ട് പറയാ, പോകാൻ വരട്ടെ. എന്നിട്ട് പറയുന്നു, പോകുന്നതിന് മുമ്പ് ഈ അഭിഷേകം എന്ത് ചെയ്യണം? പ്രാപിക്കണം. അതുകൊണ്ടാണ് വായിച്ചത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എന്ത് ചെയ്യും? വരുമ്പോൾ തലേ കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്റെ മേൽ വരുന്നു. ദുരുപദേശമല്ല, അവൻ ധൈര്യമാണ് പറഞ്ഞു, എന്റെ മേൽ വരും. സ്വാതന്ത്ര്യം. എന്തിനാ ഈ ആത്മാവ് വരുന്നേ? എടാ, യേശു കർത്താവിനെ കുറിച്ച് ഭൂലോകത്തിലല്ല, ഇനി വേറൊരു ഭൂഖണ്ഡം വന്ന് അവിടെ പ്രസംഗിക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ 3.5 വർഷം തിന്നു കുടിച്ച് മല കയറി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതാണ് ഈ ശിഷ്യന്മാർ, അല്ലേ? ഈ യേശുവിനെ പറ്റി പറയാൻ എന്തിനാ മറ്റൊരു ശക്തി? മോനി പാസ്റ്ററുടെ കൂടെ ഞാൻ 2 വർഷം ഈ ഹോളിൽ താമസിച്ചിരിക്കുക. 2 വർഷം തന്റെ വീട്ടിൽ താമസിച്ചിരിക്കുക. ഞാൻ 2 വർഷം താമസിച്ച് കഴിഞ്ഞപ്പോഴാ ഈ കർത്താവിന്റെ ദാസൻ ഇവിടുത്തെ സിറ്റി വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക, ആ മോനി പാസ്റ്റർ വീട്ടിൽ താമസിക്കുന്ന പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ദൈവദാസൻ എങ്ങനെയുണ്ട്? ന്യായമായ ചോദ്യം ചോദിച്ചേ, എങ്ങനെയുണ്ട്? ഞാൻ ഈ ദൈവദാസനോട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ദൈവദാസനെ എന്റെ പോക്കറ്റിൽ നിന്നായ ആമ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവദാസൻ എന്നെ 12 മണി കഴിയുമ്പോൾ ഒന്ന് വിളിക്ക്. കാരണം മോനി പാസ്റ്ററെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന ഒരു ബുക്ക്, തന്റെ ടെസ്റ്റ് മണി, താനാരാ, തന്റെ ഭാര്യ ഏതാ, തന്റെ മക്കളാരാ, എത്ര പേരുണ്ട്, തനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഏതാ, താൻ എവിടെ ജനിച്ചത്, ആമേ തന്റെ സ്വഭാവം എങ്ങനെയാ എന്ന് പറയുന്ന ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ട്.
ഞാൻ അതെന്ത് ചെയ്യാം, ഇന്ന് വീട്ടിൽ പോയി മൊത്തം ഒന്ന് വായിച്ചിട്ട് 12 മണിയാകുമ്പോ ഞാൻ പാസ്റ്ററെ വിളിച്ചു പറയാം, മോനി പാസ്റ്റർ എങ്ങനെയുണ്ടെന്ന്. എന്റെ ദൈവത്തിലെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എനിക്ക് അതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കഴിഞ്ഞ 2 വർഷം തന്റെ കൂടെ ഉറങ്ങി, തന്റെ കാറിൽ യാത്ര ചെയ്തു, തന്റെ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ആഹാരം കഴിച്ചു, തന്റെ വൈഫ് ഉണ്ടാക്കി തന്ന അവൻ നല്ല ആഹാരം കഴിച്ചു, തന്റെ കുഞ്ഞുങ്ങളൊപ്പം ഞാൻ യാത്ര ചെയ്തു. എനിക്കറിയാം താനാരാ, തന്റെ കുടുംബമേതാ, തന്റെ തലമുറ എത്ര, അവരുടെ കുടുംബം എത്ര, അവരുടെ മക്കൾ എത്ര, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടേസ്റ്റ് എന്താണ് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എനിക്കൊരു ബുക്കിന്റെ ആവശ്യമില്ല. എനിക്ക് യാതൊരു ബുക്കിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ അനുഭവിച്ചതാ. അങ്ങനെങ്കിൽ യേശു കർത്താവിന്റെ കൂടെ 3.5 തിരുവയസ്സ് മലയിലും താഴ്വരയിലും കൂടെ നടന്നും മഴ കൊണ്ടും വെയിൽ കൊണ്ടും അവൻ വചനം കേട്ടു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് സ്വന്തം കണ്ണാലെ കണ്ട ശിഷ്യന്മാർക്ക് എന്തിനാ മറ്റൊരു ശക്തി? കൺഫ്യൂഷൻ ആയില്ലേ? എന്തിനാ മറ്റു ശക്തി? ഇന്ന് രാത്രി ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് നിൽക്കൂടി പ്രാർത്ഥിക്കാൻ പോവാ. എന്തിനാ മറ്റു ശക്തി? കർത്താവ് പറഞ്ഞു, ഭൂലോകമൊക്കെയും പോകണം, യെരൂശലേമിലും യെഹൂദയിലും ശമര്യയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ പോകണം. പക്ഷെ പറഞ്ഞിട്ട് കർത്താവ് ഒരു ബ്രേക്ക് ചെയ്തിട്ട് പറയുക, പോകാൻ വരട്ടെ, ഒരു ശക്തി പ്രാപിച്ചിട്ടേ പോകാവൂ. 120 പേർ മലയിൽ ഒരുമിച്ച് കൂടി നിൽക്കുക, റാ പോലെ. എന്റെ ചിന്ത നിങ്ങൾ റാ പോലെ ചുറ്റി